LDC LGS പരീക്ഷ ഗുണപ്രദമാകുന്ന രീതിയിൽ 2021 ശേഷം കേരള PSC നടത്തിയിരിക്കുന്ന 10th ലെവൽ മെയിൻ പരീക്ഷകളിലൊക്കെ ചോദിച്ചിരിക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ചോദ്യങ്ങളാണ് ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നത്. പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവനുമായി യോജിക്കാത്ത പ്രസ്താവന ഏതെന്നാണ് ഒന്നാമത്തെ ചോദ്യം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റായി പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂരിൽ ജനനം എന്നാണ് തന്നിരിക്കുന്നത്. ഈ ഒരു ചോദ്യം വായിക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം അണ്ടർലൈൻ ചെയ്യുന്നത് നന്നായിരിക്കും. 4 സ്റ്റേറ്റ്മെന്റുകൾ വായിച്ച ശേഷം ഓപ്ഷനിലേക്ക് പോകുമ്പോൾ എന്താണ് ഓപ്ഷനിൽ നമുക്ക് കണ്ടെത്തേണ്ടതെന്ന് മനസ്സിലാക്കാനായി ആ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂരിൽ ജനനം. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലക്കടുത്തുള്ള ഇരവിപേരൂരിലാണ് ശ്രീ കുമാരഗുരുദേവൻ, അല്ലെങ്കിൽ അദ്ദേഹത്തെയാണ് പൊയ്കയിൽ യോഹന്നാൻ എന്ന് വിളിക്കുന്നത്, അതോടൊപ്പം തന്നെ പൊയ്കയിൽ അപ്പച്ചൻ എന്ന് വിളിക്കുന്നതും, അതേപോലെ തന്നെ പുലയൻ മത്തായി എന്ന പേരിൽ അറിയപ്പെട്ട നവോത്ഥാന നായകൻ എന്നൊക്കെ ചോദിച്ചാലും ഉത്തരമായിട്ട് വരുന്നത് പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവനാണ്. അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ചു. നമ്മളിവിടെ പരിചയപ്പെടുന്ന പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവനുമായി ബന്ധപ്പെട്ട് എത്രയോ തവണ PSC റിപ്പീറ്റായി ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ചതാര്, അല്ലെങ്കിൽ PRDS സ്ഥാപിച്ചതാര്, PRDSന്റെ പൂർണ്ണരൂപം എന്ത്, ഇങ്ങനെയൊക്കെ പല രീതിയിൽ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും എന്താണ് തന്നിരിക്കുന്ന പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവനുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. മൂന്നാമത് തന്നിരിക്കുന്നത് യോഗക്ഷേമ സഭയുമായി ചേർന്ന് പ്രവർത്തിച്ചു. നമുക്കറിയാം യോഗക്ഷേമ സഭ എന്ന് പറയുന്നത് VT ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ടതാണ്. കൃത്യമായിട്ട് നമ്മുടെ SCR ടെസ്റ്റുകൾ പറയുന്നുണ്ട്, ബഹുഭാര്യത്വം നിരോധിക്കുക, വിധവാ വിവാഹം നടപ്പിലാക്കുക, വൃദ്ധ വിവാഹം തടയുക തുടങ്ങിയ ലക്ഷ്യത്തിലൂടെ സ്ഥാപിക്കപ്പെട്ട യോഗക്ഷേമ സഭ, അതിന് നേതൃത്വം നൽകിയത് VT ഭട്ടതിരിപ്പാടാണെന്ന് SCRT ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അവിടെ ഓർക്കേണ്ടത് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. യോഗക്ഷേമ സഭയുടെ ലക്ഷ്യങ്ങൾ ഞാനിവിടെ പറഞ്ഞു പോയിട്ടുണ്ട്. SCRTയിൽ പറയുന്നതുകൊണ്ടാണ് പറഞ്ഞത്. ബഹുഭാര്യത്വം നിരോധിക്കുക, വിധവാ വിവാഹം നടപ്പാക്കുക, വൃദ്ധ വിവാഹം തടയുക, ഇത് SCRTയിൽ പറയുന്നതാണ്. ഇനി ശ്രീമൂലം പ്രജാസഭയിൽ 1921 1931 അംഗമായി എന്നാണ് പറയുന്നത്. അതും കൃത്യമായിട്ട് SCRTയിൽ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. ഇത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇവിടെ നമ്മൾ പരിചയപ്പെട്ട ശ്രീ കുമാര ഗുരുദേവനുമായി ബന്ധപ്പെട്ട് 1, 2, 4 ശരിയാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ യോജിക്കാത്ത പ്രസ്താവനയാണ്. അപ്പോൾ ആ ഒരു അണ്ടർലൈൻ ചെയ്ത ഭാഗം ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ നമുക്ക് പെട്ടെന്ന് എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അല്ലാത്ത പക്ഷം നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വായിച്ചു കഴിയുമ്പോൾ ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്ന് മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെയും പോയിട്ട് ആ ഒരു ചോദ്യം, ഇപ്പോൾ ഇതിലും വലിയ ഒരു ചോദ്യമാണ് തരുന്നതെങ്കിൽ വീണ്ടും വായിച്ച് സമയം കളയേണ്ടി വരും. അപ്പോൾ എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്ന ഭാഗം ഒന്ന് അണ്ടർലൈൻ ചെയ്യുന്നത് എപ്പോഴും നന്നായിരിക്കും. ചിലപ്പോൾ നമ്മൾ പോയിട്ട് ഈ ശരിയായ കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. വായിച്ച് ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ ഈ പരീക്ഷ എഴുതുന്ന സമയത്ത് വരും, ശരിയായ കാരണമാണോ ഇനി നമ്മുടെ ഓപ്ഷനായിട്ട് തിരഞ്ഞെടുക്കേണ്ടതെന്ന് വിചാരിച്ചുകൊണ്ട് പെട്ടെന്ന് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, അത് പോയി തിരഞ്ഞെടുക്കാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി കണ്ടുപിടിക്കേണ്ട ഭാഗം ഒന്ന് അണ്ടർലൈൻ ചെയ്യാവുന്നത് നല്ലതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരം എന്താണ്? തെറ്റായതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ 3 മാത്രം, ഓപ്ഷൻ B ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇവിടെ നമ്മൾ 4 സ്റ്റേറ്റ്മെൻറ്റുകൾ, അതിൽ ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റും മനസ്സിലാക്കി, എന്തുകൊണ്ടാണ് തെറ്റിയതെന്നും മനസ്സിലാക്കി. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ശരിയായ ജോഡി കണ്ടെത്തുക എന്നതാണ് രണ്ടാമത്തെ ചോദ്യം. കുറച്ച് കൃതികൾ തന്നിട്ടുണ്ട്. ആ കൃതികൾ രചിച്ച വ്യക്തികളുടെ പേരുമാണ് ഇപ്പുറം കൊടുത്തിരിക്കുന്നത്. ശരിയായിട്ട് കൃതി കർത്താവ് കൊടുത്തിരിക്കുന്ന ഏതെന്നാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. മൂഷകവംശ കാവ്യമാണ് ഒന്നാമത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ശരിയായ ജോഡിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മൂഷകവംശ കാവ്യം എന്നാണ് ഇവിടെ ഒന്നാമതായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മൂഷകവംശ കാവ്യം രചിച്ചിരിക്കുന്നത് അതുലൻ എന്നാണ് ഒന്നാമത് നൽകിയിരിക്കുന്നത്. അതെന്താണ്? ശരിയായിട്ടാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ മൂഷകവംശ കാവ്യം 11ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട കൃതിയാണ് ഈ പറയുന്ന മൂഷകവംശ കാവ്യം എന്ന് നമുക്കറിയാം. അതുമായി ബന്ധപ്പെട്ട്
അത് രചിക്കപ്പെട്ടത് 11-ാം നൂറ്റാണ്ടിലാണ്. അത് രചിച്ചത് അതുലനാണെന്ന കാര്യം ഓർക്കുക. ഒപ്പം കഴിഞ്ഞ ഒരു ചോദ്യപേപ്പർ നമ്മൾ ചെയ്തപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചോദ്യം വന്നിട്ടുണ്ട്, ഒരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ വന്നിരുന്നു. കേരളത്തിലെയും ഇന്ത്യയിലെയും ആദ്യത്തെ രാജവംശാവലി ചരിതമാണ് ഈ പറയുന്ന മൂഷക വംശകാവ്യം എന്ന കാര്യം ഓർത്തിരിക്കുക. കേരളത്തിലെയും ഇന്ത്യയിലെയും ആദ്യത്തെ രാജവംശാവലി ചരിതമാണ് നാം ഇപ്പോൾ ഇവിടെ പരിചയപ്പെട്ട മൂഷക വംശകാവ്യം. 6-ാം നൂറ്റാണ്ട് മുതൽ 11-ാം നൂറ്റാണ്ട് വരെ കോലത്തുനാട് ഭരിച്ചിരുന്ന മൂഷക രാജവംശത്തിലെ രാമഗഡൻ മുതൽ ശ്രീകണ്ഠൻ വരെയുള്ള 119ഓളം രാജാക്കന്മാരുടെ ഭരണകാലമാണ് ഈ പറയുന്ന മൂഷകവംശകാവ്യത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ കോലത്തുനാട് ഭരിച്ചിരുന്ന മൂഷക രാജവംശത്തിലെ രാജാക്കന്മാരുടെ അവരുടെ ഭരണകാലത്തെക്കുറിച്ചാണ് ഇതിൽ വിവരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് കേരളത്തിലെയും ഇന്ത്യയിലെയും ആദ്യത്തെ രാജവംശാവലി ചരിതമാണ് മൂഷക വംശകാവ്യം എന്ന കാര്യം ഓർക്കുക. അതോടൊപ്പം തന്നെ അടുത്ത മാച്ച് ചെയ്തിരിക്കുന്നത് തുഖ്ഫത്തുൽ മുജാഹിദീൻ ഭക്തിത്വങ്ങൾ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് തെറ്റായിട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. തുഖ്ഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്നത് നമ്മുടെ കേരള ചരിത്രം പഠിക്കുമ്പോൾ യൂറോപ്യൻ ആഗമനം എന്ന് പറയുന്ന ഭാഗം പഠിക്കുമ്പോൾ പോർച്ചുഗീസ് ആഗമനം എന്ന് പറയുന്ന ഭാഗം പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കാറുള്ളതാണ്. തുഖ്ഫത്തുൽ മുജാഹിദീൻ എന്ന കൃതി രചിച്ചത് ഷെയ്ഖ് സൈനുദ്ദീൻ ആണെന്ന് പഠിക്കാറുണ്ട്. അപ്പോൾ അവിടെ ശരിക്കും വരേണ്ടിയിരുന്നത് ആരാണ്? ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം എന്ന പേരാണ് ശരിക്കും അവിടെ വരേണ്ടിയിരുന്നത്. അപ്പം നമ്മളത് ഷെയ്ഖ് സൈനുദ്ദീൻ എന്ന് പഠിച്ചു വെക്കുക. പോർച്ചുഗീസുകാരുടെ അധിനിവേശവും അവർ നടത്തിയ അതിക്രമങ്ങളും അതിനെതിരായി ചെറുത്തുനിൽപ്പുകളൊക്കെ ചർച്ച ചെയ്ത ഒരു കൃതിയാണ് ഈ പറയുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം രചിച്ച തുഖ്ഫത്തുൽ മുജാഹിദീൻ എന്ന കാര്യം ഓർക്കുക. ഇനി മൂന്നാമത് കൊടുത്തിരിക്കുന്ന കേരള പഴമ ഹെർമൻ ഗുണ്ടർട്ട് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് ശരിയായിട്ടുള്ള ഒന്നാണ്. പണ്ട് മുതലേ PSC ചോദിക്കുന്നതാണ്. കേരള പഴമ രചിച്ചതാരാണ്? ഹെർമൻ ഗുണ്ടർട്ടാണ്. കേരള സിംഹം CV രാമൻപിള്ള. ഈ ഒരു ക്ലാസ് കാണുന്ന എല്ലാവർക്കും ഇത് തെറ്റാണെന്ന് അറിയാം. നമുക്കറിയാം പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കരാണ്. അദ്ദേഹം രചിച്ച കേരള സിംഹം എന്ന് പറയുന്ന കൃതിയിലൂടെയാണ് ഇങ്ങനെ വിശേഷിപ്പിക്കുന്നത്. കേരള സിംഹം എന്ന കൃതി രചിച്ചത് സർദാർ KM പണിക്കരാണ്. കേരള സിംഹം എന്ന് പഴശ്ശിരാജയെ വിശേഷിപ്പിച്ചതാര്? സർദാർ KM പണിക്കരാണ്. അപ്പോൾ ഈ രണ്ട് രീതിയിലും ചോദ്യങ്ങൾ വരാം. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് തെറ്റിയത്? CV രാമൻപിള്ള എന്നല്ല വരേണ്ടത്, അവിടെ വരേണ്ടിയിരുന്നത് സർദാർ KM പണിക്കർ എന്നാണ് വരേണ്ടിയിരുന്നത്. അപ്പോൾ ഇവിടെ ശരിക്കും വരേണ്ടിയിരുന്നത് KM പണിക്കർ എന്നാണ് വരേണ്ടത് എന്ന കാര്യം ഓർത്തിരിക്കുക. KM പണിക്കർ. അപ്പോൾ KM പണിക്കർ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ളൊരു കൃതിയാണ് കേരള സിംഹം. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ശരിയായതാണ് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത്. 1ഉം 3ഉം ആണ് ശരി. അപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ D ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മുടെ ചോദ്യത്തിൽ മൂഷകവംശകാവ്യം അതുലൻ ശരിയാണ്. തുഖ്ഫത്തുൽ മുജാഹിദീൻ മക്തിത്വങ്ങൾ എന്നാണ് കൊടുത്തത്. വരേണ്ടിയിരുന്നത് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം എന്നാണ് ശരിക്കും വരേണ്ടത്. മക്തിത്വങ്ങളുമായി ബന്ധപ്പെട്ട് അവിടെ ആ ഒരു പേര് കൊടുത്തതിനാൽ 2 PSC റിപ്പീറ്റ് ചെയ്യുന്ന പോയിന്റ് പറയാം. മാതൃഭാഷയുടെ പോരാളി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാരെന്ന് ചോദിക്കും. മക്തിത്വങ്ങൾ എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഈ ഒരു ചോദ്യം ചോദിച്ച ഓപ്ഷനിൽ മക്തിത്വങ്ങൾ കണ്ടാൽ ഒരുപക്ഷെ നമ്മളൊന്നും പോയിട്ട് ചിലപ്പോൾ കർപ്പിക്കണമെന്നില്ല. ഇതിനെക്കുറിച്ച് കൃത്യമായി പഠിച്ചൊരു വ്യക്തി, മക്തിത്വങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചൊരു വ്യക്തി അവിടെ കൃത്യമായിട്ട് പഠിക്കുന്നതാണ്. മാതൃഭാഷയുടെ പോരാളി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് മക്തിത്വങ്ങൾ. അടുത്തൊരു കാര്യം, കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നതും മക്തിത്വങ്ങളാണ്. മലയാളത്തിൽ പുസ്തകം എഴുതുകയും പ്രകാശനം ചെയ്യുകയും ചെയ്ത ആദ്യ മുസ്ലിം എന്നറിയപ്പെടുന്നത് മക്തിത്വങ്ങളാണ്. മക്തിത്വങ്ങൾ ആരംഭിച്ച അറബി മലയാള പത്രമുണ്ട്. അതിൻ്റെ പേര് തുഖ്ഫത്തുൽ അഹ്യാർ എന്നാണ്. അപ്പോൾ നമ്മളോട് പരിചയപ്പെട്ട മക്തിത്വങ്ങൾ ആരംഭിച്ച അറബി മലയാള പത്രത്തിൻ്റെ പേര് ഓർത്തിരിക്കുക. അറബി മലയാള പത്രത്തിൻ്റെ പേര് തുഖ്ഫത്തുൽ അഹ്യാർ എന്നാണ്. തുഖ്ഫത്തുൽ അഹ്യാർ. അപ്പോൾ ഈ തുഖ്ഫത്തുലിൻ്റെ കൂടെ ഈ അഹ്യാറും കൂടെ കൂട്ടിയാൽ മതി. അത് മക്തിത്വങ്ങൾ ആരംഭിച്ച അറബി മലയാള പത്രമാണ്. അപ്പോൾ ഈ പോയിന്റുകൾ ഈ മക്തിത്വങ്ങളുമായി ബന്ധപ്പെട്ടൊന്ന് പഠിക്കുക. ഇനി കേരള പഴമ രചിക്കുന്നത്
ഹർമൻ ഗുണ്ടർട്ടാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി കേരള സിംഹം എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണെന്ന് വെച്ചാൽ പഴശ്ശിരാജനെയാണ്. ഇങ്ങനെ ഒരു കൃതി രചിച്ചാരെന്ന് വെച്ചാൽ സർദാർ KM പണിക്കറാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് PSC പരീക്ഷയിലൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു കൃതിയാണ് ഹിസ്റ്ററി ഓഫ് കേരള. ഹിസ്റ്ററി ഓഫ് കേരള എന്ന് പറയുന്ന കൃതി രചിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അവിടെയും ഉത്തരമായിട്ട് വരേണ്ടത് സർദാർ KM പണിക്കറാണ്. CV രാമൻപിള്ള PSC പരീക്ഷയിൽ നിത്യേന ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത്. കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് CV രാമൻപിള്ളയാണ്. മാർത്താണ്ഡവർമ്മയും ധർമ്മരാജയും രാമരാജ ബഹദൂറും പ്രേമാമൃതവും ഒക്കെ രചിച്ച CV രാമൻപിള്ളയെയാണ് കേരള സ്കോട്ട് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇവിടെ ഓരോ ചോദ്യവും അതിൻ്റെ അനുബന്ധമായി കുറച്ച് പോയിന്റുകളും പറയുന്നത് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കാം വരാൻ പോകുന്ന പരീക്ഷയിൽ ഒരു മാർക്കായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നത്. അതുകൊണ്ടാണ് ഓരോ ചോദ്യവുമായി ബന്ധപ്പെട്ട് കുറച്ച് പോയിന്റുകൾ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ക്ലാസ് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. കാരണം ഈ ക്ലാസ് കേൾക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥിയും നമുക്കറിയാം, നമ്മളൊരു PSC ക്ലാസ്സാണ് നിങ്ങളുടെ മുന്നിലേക്ക് നൽകുന്നതെങ്കിൽ പഠിക്കാൻ ആഗ്രഹമുള്ളവരായിരിക്കും ആ ക്ലാസ് കണ്ട് കാണാനായിട്ട് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഈ കാണുന്ന കുറച്ച് സമയം, ഈ ഒരു 10 മിനിറ്റ് ഈ ഒരു ക്ലാസ് കാണുകയാണെങ്കിൽ പോലും ഒരിക്കലും ഒരു നഷ്ടം വരാൻ പാടില്ല എന്നൊരു ഉദ്ദേശത്താലാണ് ഇതിൻ്റെ ഇടയിൽ കൂടി നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞു പോകുന്നത്, പരീക്ഷയ്ക്ക് വരുന്ന കാര്യങ്ങൾ കൂടി പറഞ്ഞു പോകുന്നത്. അപ്പോൾ അതെന്തെങ്കിലും ഒരു പോരായ്മയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, ഒരു ബോറായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ അത് ഒഴിവാക്കിക്കൊണ്ട് പഠിപ്പിക്കുന്നതായിരിക്കും. ഉത്തരം അതുപോലെ തന്നെ ചോദ്യം എന്ന രീതിയിൽ മാത്രം പറയുന്നതായിരിക്കും. അത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ഈ ഒരു ചോദ്യവും അതുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് വരുന്ന കുറച്ച് പോയിന്റുകളും പരിചയപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഘടനയുമായി യോജിക്കാത്ത പ്രസ്താവന ഏത് എന്നതാണ് അടുത്ത ചോദ്യം. അപ്പോൾ ഇവിടെ നോക്കുക, നമ്മൾ ഈ തന്നിരിക്കുന്ന ഈ 2 ചോദ്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട പോയിന്റുകളിലേക്ക് വരാം. ഇപ്പോൾ ഒന്നാമത്തെ ചോദ്യം നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു SCRT ഇത് ഡയറക്റ്റ് ചോദിച്ചതാണ്, മെയിൻ എക്സാമിൻ്റെ ചോദ്യമാണ്. അപ്പോൾ SCRTയിൽ ഈ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് 2ഓളം ചാപ്റ്ററുകളുണ്ട്. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ എടുക്കുമ്പോൾ. അപ്പോൾ ആ ചാപ്റ്റർ നിർബന്ധമായിട്ടും പഠിക്കുക, അതിനുശേഷം മാത്രം ബാക്കി കാര്യങ്ങൾ പഠിക്കുക. ഇനി അടുത്തിവിടെ നൽകിയിരിക്കുന്നത് അതും SCRTയിൽ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തതുമായി ബന്ധപ്പെട്ട SCRT ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ട നമ്മുടെ ചോദ്യവുമായി ബന്ധപ്പെട്ട ചാപ്റ്ററുകളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ചോദ്യങ്ങൾ ചെയ്യുക വഴി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഘടനയുമായി യോജിക്കാത്ത പ്രസ്താവന ഏത്? അപ്പോൾ INCയുമായി യോജിക്കാത്ത പ്രസ്താവനയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യം കിട്ടുമ്പോൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? അതൊന്ന് അണ്ടർലൈൻ ചെയ്യുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സെക്രട്ടറി WC ബാനർജി ആയിരുന്നു എന്നാണ് ഇവിടെ തന്നിരിക്കുന്ന ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. അത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. INCയുടെ ആദ്യത്തെ സെക്രട്ടറി അതിൻ്റെ സ്ഥാപകനായ A.O. ഹ്യൂം ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ശരിക്കും വരേണ്ടിയിരുന്നത് A.O. ഹ്യൂം എന്നാണ് വരേണ്ടിയിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ WC ബാനർജിയുമായി ബന്ധപ്പെട്ട് INCയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടി ഇതിനോടൊപ്പം പഠിക്കാം. INCയുടെ ആദ്യത്തെ സമ്മേളനം 1885 ബോംബെയിൽ വെച്ച് നടന്നപ്പോൾ ആ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ച വ്യക്തിയാണ് നമ്മളിവിടെ പരിചയപ്പെട്ട WC ബാനർജി. അപ്പോൾ A.O. ഹ്യൂം എന്ന് പറയുന്നത് INCയുടെ ആദ്യത്തെ സെക്രട്ടറിയാണ്. INC രൂപീകരിക്കാൻ നേതൃത്വം നൽകിയ മുൻ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് A.O. ഹ്യൂം. എന്നാൽ ആദ്യ സമ്മേളനം 1885 ബോംബെയിലെ തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ച് നടന്നപ്പോൾ ആ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് നമ്മുടെ WC ബാനർജിയാണ്. INCയുടെ ആദ്യ സമ്മേളനം നടത്താൻ തീരുമാനിച്ചത് പൂനെയിലായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം ഞാനിപ്പോൾ പറഞ്ഞു INCയുടെ ആദ്യ സമ്മേളനം നടന്നത് ബോംബെയിലെ തേജ്പാൽ സംസ്കൃത കോളേജിലാണെന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ തന്നിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് INCൻ്റെ ആദ്യ സമ്മേളനം നടത്താൻ തീരുമാനിച്ചത് പൂനെയിലായിരുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അത് ശരിയായെന്നും കൂടെ അറിഞ്ഞിരിക്കണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളന വേദി പൂനെയിലാണ് നടപ്പിലാക്കാൻ തീരുമാനിച്ചിരുന്നത്. എന്നാൽ
ഈ ഒരു സമയത്ത് അവിടെ പ്ലേഗ് പൊട്ടിപ്പുറപ്പെട്ടു. പ്ലേഗ് എന്ന് പറയുന്ന രോഗം അവിടെ വ്യാപിപ്പിച്ചു. അപ്പോൾ ആ ഒരു കാരണത്താൽ ഈ ഒരു വേദി എങ്ങോട്ട് മാറ്റുകയാണ് ചെയ്തത്? ബോംബെയിലെ തേജ്പാൽ സംസ്കൃത കോളേജിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും, ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും നമുക്കറിയാം, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും നമുക്കറിയാം. യോജിക്കാത്ത പ്രസ്താവന എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിർബന്ധമായിട്ടും 2 എന്നത് നമ്മുടെ ഓപ്ഷനിൽ വരണം. എന്നാൽ 2 എന്ന് പറയുന്നത് നമ്മുടെ ഓപ്ഷനിൽ വരാൻ പാടില്ല. അതേ സമയത്ത് 1 എന്ന് പറയുന്നത് നമ്മുടെ ഓപ്ഷനിൽ വരികയും ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഈ എ എന്ന് പറയുന്ന ഓപ്ഷനും ബി എന്ന് പറയുന്ന ഓപ്ഷനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിലീറ്റ് ആക്കാൻ പറ്റും. കാരണം 2 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞു. ഇനി അടുത്തതിലേക്ക് വരാം. ഈ സി എന്ന് പറയുന്ന ഓപ്ഷൻ നോക്കുമ്പോൾ 1 കാണുന്നുണ്ടോ? ഇല്ല. പക്ഷെ 1 വരണം. കാരണം 1 ഞാൻ ഓൾറെഡി പറഞ്ഞത് യോജിക്കാത്ത സ്റ്റേറ്റ്മെൻ്റ് ആണ്, തെറ്റാണെന്ന് പറഞ്ഞു. അതാണ് നമ്മുടെ ഓപ്ഷനിൽ വരേണ്ടിയിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സി എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ഡിലീറ്റ് ആക്കാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഈ 4 സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഏതെങ്കിലുമൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് അറിയാമെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഓപ്ഷനിൽ പോയി ഇത്തരത്തിൽ ഡിലീറ്റ് ചെയ്തുകൊണ്ട് ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് വേണം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ സ്കിപ്പ് ചെയ്യാനായിട്ട്. ആ കാര്യങ്ങൾ കൂടി പ്രീവിയസ് ആയിട്ട് നമ്മൾ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിലാക്കണം. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിൽ നിന്ന് നമുക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. INC-യുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത് 72 പേരായിരുന്നു എന്നാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ നൽകിയിരിക്കുന്നത്. 1885 ഡിസംബർ 28-ാം തീയതിയാണ് INC രൂപീകരിക്കുന്നത്. ആ ദിവസം നടന്ന ബോംബെയിലെ തേജ്പാൽ സംസ്കൃത കോളേജിൽ നടന്ന ആദ്യ സമ്മേളനത്തിൽ 72 പേരാണ് പങ്കെടുത്തത്. ആ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് WC ബാനർജിയാണ്. ഈ ആദ്യ സമ്മേളനത്തിൽ ഈ 72 പേർ പങ്കെടുത്തു എന്ന് പറഞ്ഞല്ലോ. ആ 72-ലെ 2 ഡിജിറ്റ് 7ഉം 2ഉം അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 9 എന്ന് കിട്ടും. നമ്മൾ ആ രീതിയിൽ പഠിക്കാറുണ്ട്. ആദ്യ സമ്മേളനത്തിൽ 9 പ്രമേയങ്ങളാണ് അവതരിപ്പിച്ചത്. എത്ര പ്രമേയങ്ങളാണ് അവതരിപ്പിച്ചത്? 9 പ്രമേയങ്ങളാണ് അവതരിപ്പിച്ചത്. ഈ 9 പ്രമേയങ്ങൾ ആദ്യ സമ്മേളനത്തിൽ അവതരിപ്പിച്ചു. INC-യുടെ ചരിത്രത്തിൽ ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് ആരെന്ന് ചോദിക്കും. അത് G. സുബ്രഹ്മണ്യ അയ്യരാണ്. INC-യുടെ ചരിത്രത്തിൽ ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് G. സുബ്രഹ്മണ്യ അയ്യരാണ്. ഇപ്പം ഞാനിവിടെ പരിചയപ്പെടുത്തി WC ബാനർജി. അദ്ദേഹമാണ് INC-യുടെ പ്രസിഡന്റ് പദവിയിലെത്തുന്ന ആദ്യ വ്യക്തി എന്ന് പഠിച്ചു. ഒപ്പം 2 തവണ പ്രസിഡന്റ് ആവുന്ന ആദ്യ വ്യക്തിയും WC ബാനർജിയാണ്. 1885-ലും തുടർന്ന് 1892-ലും INC-യുടെ പ്രസിഡന്റ് പദവിയിലേക്ക് ആര് വരുന്നുണ്ട്? നമ്മുടെ ബാനർജി വരുന്നുണ്ട്. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റിൽ INC 2ാം സമ്മേളനം നടന്നത് മദ്രാസിലായിരുന്നു എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. INC-യുടെ 2ാം സമ്മേളനം കൊൽക്കത്തയിലാണ് നടന്നത്. INC-യുടെ 1ാം സമ്മേളനം ബോംബെയിൽ വെച്ച് നടന്നു. അടുത്ത സമ്മേളനം നടക്കുന്നത് കൊൽക്കത്തയിലാണ്. 3ാമത്തെ സമ്മേളനം 1887-ൽ നടന്നത് ഈ പറയുന്ന മദ്രാസിലാണ്. 85-ൽ ബോംബെ, അതിനുശേഷം 86-ൽ കൊൽക്കത്ത, അതിനുശേഷം 87-ൽ എവിടെ വെച്ച് നടന്നു? മദ്രാസിൽ വെച്ച് നടന്നു. അപ്പോൾ ഇതിൽ 86-ലെ 2ാം സമ്മേളനത്തിൽ ദാദാഭായ് നവറോജിയും 87-ലെ 3ാം സമ്മേളനത്തിൽ മദ്രാസിൽ വെച്ച് നടന്നപ്പോൾ ബദറുദ്ദീൻ തിയാബ്ജിയുമാണ് അധ്യക്ഷ പദവിയിൽ ഉണ്ടായിരുന്നത്. ദാദാഭായ് നവറോജിയാണ് INC-യുടെ 2ാമത്തെ അധ്യക്ഷനായിട്ട് വരുന്ന വ്യക്തി. INC-യുടെ 2ാമത്തെ സമ്മേളനം കൊൽക്കത്തയിൽ വെച്ച് 1886-ൽ നടന്നപ്പോൾ അധ്യക്ഷൻ ദാദാഭായ് നവറോജിയാണ്. INC-യുടെ പ്രസിഡന്റായ ആദ്യ പാർസി വംശജൻ ആരെന്ന് ചോദിച്ചാൽ, INC-യുടെ പ്രസിഡന്റായ ആദ്യത്തെ പാർസി വംശജൻ ആരെന്ന് ചോദിച്ചാൽ ദാദാഭായ് നവറോജിയാണ്. ഏറ്റവും കൂടുതൽ പ്രായത്തിൽ INC പ്രസിഡന്റായ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ദാദാഭായ് നവറോജിയാണ്. 3 തവണ INC പ്രസിഡന്റായ ആദ്യ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ദാദാഭായ് നവറോജിയാണ്. 2 തവണ എന്നാണെങ്കിൽ WC ബാനർജി, 3 തവണ എന്നാണെങ്കിൽ 1886-ൽ ആദ്യം, തുടർന്ന്
WC ബാനർജി രണ്ടാമത് വരുന്നത് 1892 അതിനുശേഷം വരുന്ന വർഷം 1893 ദാദാഭായ് നവറോജി വീണ്ടും വരുന്നുണ്ട്. ഇതിനുശേഷം 1906 ദാദാഭായ് നവറോജി മൂന്നാമതായിട്ട് വരുന്നുണ്ട്. ഇനി നമ്മളിവിടെ പറഞ്ഞു മദ്രാസിൽ വെച്ച് 1887 INCയുടെ സമ്മേളനം നടക്കുന്നു. നിങ്ങളിപ്പോൾ കേട്ടു കൊൽക്കത്തയും ബോംബെയും. ഈ മദ്രാസ് എന്ന് പറയുമ്പോൾ ഒരു ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ് അല്ലേ, നമ്മുടെ തമിഴ്നാട്ടിൽ പെടുന്ന ഭാഗമാണ്. അപ്പോൾ അവിടെ ഒരു ചോദ്യമുണ്ട്, ദക്ഷിണേന്ത്യയിൽ വെച്ച് നടന്ന ആദ്യ സമ്മേളനം അതാണ് 1887 മദ്രാസ് INC. അതിന് നേതൃത്വം കൊടുത്തത് ബദറുദ്ദീൻ തിയാബ്ജി. അപ്പോൾ ആ സമ്മേളനത്തിലെ അധ്യക്ഷനാര്? അതേപോലെ ബദറുദ്ദീൻ തിയാബ്ജിയാണ് INCയുടെ പ്രസിഡന്റ് പദവിയിലെത്തുന്ന ആദ്യ മുസ്ലിം. ഒപ്പം PSC പ്രീവിയസ് ആയിട്ട് ചോദിച്ചതാണ്, ദക്ഷിണേന്ത്യയിൽ വെച്ച് നടന്ന INCയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ആൾക്കാരുടെ എണ്ണം, പ്രതിനിധികളുടെ എണ്ണം 607 ആണെന്ന കാര്യം ഓർത്തിരിക്കുക. എത്ര പേരാണ് 1887 മദ്രാസിൽ വെച്ച് നടന്ന, ദക്ഷിണേന്ത്യയിൽ വെച്ച് നടന്ന ആദ്യത്തെ INC സമ്മേളനത്തിലെ പ്രതിനിധികൾ 607. ഇത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ചോദ്യവുമായി ബന്ധപ്പെടുത്തിയിട്ടൊന്ന് പഠിച്ചു വെക്കുക. ഇനി നമ്മൾ അടുത്തതിലേക്ക് വരാം. അതുപോലെ തന്നെ ഈ സുരക്ഷാ വാൽവ് സിദ്ധാന്തം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കാറുണ്ട്. അത് INCയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടതാണ്. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക എന്നതാണ് 4ാമത്തെ ചോദ്യം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണെന്നുള്ളത് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം, ശരിയായ പ്രസ്താവന. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നോക്കുക, 1953 ഒക്ടോബർ 1 ആന്ധ്ര സംസ്ഥാനം നിലവിൽ വന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനമാണ് ആന്ധ്ര സംസ്ഥാനം. 1953 ഒക്ടോബർ 1 നിലവിൽ വരുന്നത്. നമുക്കറിയാം, തെലുങ്ക് സംസാരിക്കുന്നവർക്കായിട്ട് ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കണമെന്ന ആവശ്യവുമായി നിരാഹാരം സമരം നടത്തിയ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് പോറ്റി ശ്രീരാമലു. 58 ദിവസത്തെ നിരാഹാര സമരത്തെ തുടർന്ന് അദ്ദേഹം മരണമടഞ്ഞു. തുടർന്ന് ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാർ നിർബന്ധിതരാവുകയും അങ്ങനെ തെലുങ്ക് സംസാരിക്കുന്നവർക്കായിട്ട് ആന്ധ്ര എന്ന ഒരു സംസ്ഥാനം 1953 ഒക്ടോബർ 1 രൂപീകരിച്ചു. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാനിവിടെ പറയുന്നത് അല്ലെങ്കിൽ ഈ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് ആന്ധ്ര എന്ന് ആണ്, ആന്ധ്രാപ്രദേശ് എന്നല്ല. ഇന്ന് നമ്മൾ ഇന്ത്യയുടെ ഭൂപടം എടുത്തു നോക്കിയാലും നമ്മൾ കേൾക്കുന്നതും ആന്ധ്രാപ്രദേശ് എന്നാണ്. 1951 ഒക്ടോബർ 1 ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുകയും അതിനുശേഷം 1953 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിക്കുകയും ചെയ്തു. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ 3 അംഗങ്ങളാണ് ഉള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വരാം. അതുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കുക, 1953 മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. 1953 നിലവിൽ വന്ന ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഫസൽ അലി, SK ധർ, പട്ടാമ്പി സീതാരാമയ്യ എന്നിവർ അംഗങ്ങളായിരുന്നു എന്നാണ് പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞു നിർത്തിയതിൽ നിന്ന് തുടർന്ന് പറയാം. 1953 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്നപ്പോൾ അതിൽ 3 അംഗങ്ങളാണ് ഉള്ളത്. അപ്പോൾ 1953 3 എടുത്താൽ 3 അംഗങ്ങളാണ് ഉള്ളത്. അതിലെ നേതൃത്വം അല്ലെങ്കിൽ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഫസൽ അലിയാണ്. അതുകൊണ്ടാണ് 1953 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെ ഫസൽ അലി കമ്മീഷൻ എന്നും കൂടി അറിയപ്പെടുന്നത്. ഈ കമ്മീഷനിൽ ഫസൽ അലിയെ കൂടാതെ 2 വ്യക്തികൾ കൂടി ഉണ്ടായിരുന്നു. 3 പേരാണെന്ന് പറഞ്ഞു. ആ 2 പേരിൽ ഒരാൾ HN കുൻസ്രു ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ 2 പേരിൽ ഒരാളാണ് HN കുൻസ്രു ആണ്. രണ്ടാമത്തെ പേര് ഒരിക്കലും മറക്കരുത്, ചോദ്യമായിട്ട് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അല്ലെങ്കിൽ ഫസൽ അലി കമ്മീഷനിൽ അംഗമായ മലയാളി ആരാണ്? ഉത്തരമായിട്ട് വരേണ്ടത് KM പണിക്കറാണ്. KM പണിക്കർ, നമ്മളിപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് തൊട്ടു മുമ്പ് പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നോക്കുക, HN കുൻസ്രു, KM പണിക്കർ, അതുപോലെ തന്നെ മറ്റൊരു പേര് ഫസൽ അലി. ഈ 3 പേരാണ് ഈ പറയുന്ന സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് മൂന്നാമത് നൽകിയിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് എന്ന് നമുക്ക്
ഇത്രയും നേരം പഠിച്ചതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും എന്താണ് നമ്മുടെ ഓപ്ഷനിൽ വരാൻ പാടില്ല. 3 ഇപ്പോൾ തെറ്റാണെന്ന് മനസ്സിലായി. അപ്പോൾ ഈ തന്നിരിക്കുന്ന എയിലും ബിയിലും ഡിയിലും 3 ഉണ്ട്. ആ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് തന്നെ നമുക്ക് ഓപ്ഷൻ സി ആണ് ഉത്തരമെന്ന് മനസ്സിലാക്കാൻ പറ്റും. 1, 2, 4 അറിയില്ലെങ്കിലും 3 അറിയാമെങ്കിൽ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് എത്താമെന്നതാണ് പ്രത്യേകത. ഇത് നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ്, ഈ ഫസൽ അലി കമ്മീഷനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന ഫസൽ അലി കമ്മീഷൻ രൂപീകരിച്ചു. ഫസൽ അലി കമ്മീഷൻ അങ്ങനെ 1955 ഒരു വിശദമായിട്ടുള്ള തെളിവെടുപ്പൊക്കെ നടത്തി ചർച്ചകൾക്കൊക്കെ ശേഷം 1955 കേന്ദ്ര സർക്കാരിന് എന്താണ് റിപ്പോർട്ട് സമർപ്പിക്കുകയും അങ്ങനെ 1956 ഈ സമിതിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടനാ നിയമം നമ്മുടെ പാർലമെൻറ്റ് പാസ്സാക്കുകയും 1956 നവംബർ 1-ാം തീയതി, ആ തീയതി പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു കേരള പിറവി ദിനം. അതെ, നമ്മുടെ കേരളം ഉൾപ്പെടെയുള്ള 14 സംസ്ഥാനങ്ങൾ രൂപം കൊള്ളുന്നത് 1956 നവംബർ 1-നാണ് സംസ്ഥാന പുനഃസംഘടനാ നിയമത്തിൻ്റെ ഫലമായിട്ട്. ഇത് കൂടാതെ 6 കേന്ദ്രഭരണ പ്രദേശവും ഉണ്ടായിരുന്നു. അപ്പോൾ 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് 1956 നവംബർ 1-ാം തീയതി നിലവിൽ വന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം നിലവിൽ വന്നത്. 1956 നവംബർ 1 എന്ന് പറയുന്ന തീയതിയിലേക്ക് വരുമ്പോൾ ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞു നിർത്തിയ ആ ഒരു പോയിന്റിലേക്ക് കൂടി പോവുകയാണ്. 1953 ഒക്ടോബർ 1-ാം തീയതി ഈ ഒരു ചോദ്യത്തിലെ 1-ാമത്തെ സ്റ്റേറ്റ്മെന്റ് നൽകിയിട്ടുണ്ട്, ആന്ധ്ര സംസ്ഥാനം രൂപീകരിച്ചു എന്ന്. നോക്കുക, ആന്ധ്ര സംസ്ഥാനത്തോട് ചേർന്ന് നിന്ന പ്രദേശങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് 1956 നവംബർ 1-ാം തീയതി സംസ്ഥാന പുനഃസംഘടനാ നിയമം വന്നപ്പോൾ 14 സംസ്ഥാനങ്ങൾ രൂപീകരിച്ചപ്പോൾ ആന്ധ്ര എന്ന പേര് ആന്ധ്രാപ്രദേശ് എന്നായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ആന്ധ്രാപ്രദേശ് വരുന്നത് 56 നവംബർ 1, ആന്ധ്ര വരുന്നത് 1953-ലാണ്. അപ്പോൾ ഇത് മുൻപും ചോദിച്ചിട്ടുണ്ട്, അവിടെ ആന്ധ്രയും ആന്ധ്രാപ്രദേശും കൊടുത്താൽ ആന്ധ്രയാണ് ഉത്തരമായിട്ട് വരിക 53-ൽ. 56-ലേക്ക് വരുമ്പോൾ ആന്ധ്രാപ്രദേശാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. 1953 ഒക്ടോബർ 1-ന് ആന്ധ്ര സംസ്ഥാനം നിലവിൽ വന്നു, ഞാൻ പറഞ്ഞു. 1956 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ടു, അത് ഞാൻ പറഞ്ഞു. 1953 നിലവിൽ വന്ന ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഫസൽ അലി, എസ് കേദർ, പട്ടാമ്പി സീതാരാമയ്യ എന്നിവർ അംഗങ്ങളായിരുന്നു. അത് തെറ്റാണ്. എന്താണ് തെറ്റ്? അംഗങ്ങളായിട്ട് വരുന്ന HN ഹുൻസറും അതോടൊപ്പം തന്നെ നമ്മുടെ മലയാളി KM പണിക്കരും. അത് ചോദിക്കാറുള്ളതാണ്, ഇതിൽ അംഗമായിരുന്ന മലയാളിയാർ. ആന്ധ്ര സംസ്ഥാന രൂപീകരണത്തിന് വേണ്ടി പോറ്റു ശ്രീരാമന്റെ മരണം വരെ നിരാഹാരം അനുഷ്ഠിച്ചു, അത് ഓൾറെഡി ഇതിൻ്റെ ഉള്ളിൽ പറഞ്ഞു പോയതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ഈ ചോദ്യവുമായി ബന്ധപ്പെട്ടൊന്ന് പഠിച്ചു വെക്കുക. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടാം. അടുത്ത ചോദ്യം ഫൈനാൻസ് കീയിൽ ഡിലീറ്റ് ആക്കിയ ചോദ്യമാണ്. ഫ്രഞ്ച് വിപ്ലവവുമായി യോജിക്കാത്ത പ്രസ്താവന കണ്ടെത്തുക എന്നതാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു ചോദ്യം ഫൈനാൻസ് കീയിൽ ഡിലീറ്റ് ആക്കിയ ചോദ്യമാണ്. അപ്പോൾ ഈ ഒരു പരീക്ഷാ പേപ്പറിലെ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട 4 ചോദ്യങ്ങളും ആ ചോദ്യവുമായി ബന്ധപ്പെട്ട അനുബന്ധമായി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുമാണ് നമ്മൾ ഇത്ര നേരം പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ നമ്മൾ കൂടുതൽ ചെയ്യുക വഴി പരീക്ഷകളിൽ എങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുക എന്ന് മനസ്സിലാക്കുവാനും അതുമായി അനുബന്ധ കാര്യങ്ങൾ നമ്മൾ പഠിക്കുക വഴി ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ഭാഗത്ത് നല്ല മാർക്ക് സ്കോർ ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു പോയത് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. പക്ഷേ ഈ ഓരോ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഗൈഡ് പോയി വായിച്ച് കൂടുതൽ പോയിന്റുകൾ, ആ ഗൈഡിൽ പറയുന്ന പോയിന്റുകളും അപ്പോൾ SCRT ടെക്സ്റ്റ് ബുക്ക് ബേസ് ആണ് ഇവിടെ നമ്മൾ കുറേ ചോദ്യങ്ങൾ കണ്ടത്. അപ്പോൾ അവിടെ SCRTയുമായി ബന്ധപ്പെട്ട ആ ചാപ്റ്ററുകൾ വായിക്കാനും ശ്രമിക്കണം. പ്രത്യേകിച്ച് ഈ നവോത്ഥാനം പോലുള്ള ചാപ്റ്ററുകൾ, നമ്മുടെ ഇന്ത്യൻ റെനൈസൻസ് പോലുള്ള ചാപ്റ്ററുകൾ, ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര സേനാനികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ SCRT ബേസ് ചെയ്തിട്ടാണ് എപ്പോഴും ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് വായിക്കാതെ ഒരിക്കലും പരീക്ഷാ ഹാളിലേക്ക് പോകരുത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്കിനി ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് തുടർന്ന് പറയുന്ന ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ അനുബന്ധ കാര്യങ്ങളുണ്ടെങ്കിൽ അത് നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ 4 ചോദ്യങ്ങളും ഗുണപ്രദമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.